ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അവിടെ LDF-ന് പ്രതീക്ഷിച്ചൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിനി പോകുന്നത് വളരെ UDF-ന് അധികാരം കിട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ച കാണാനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ വിളിക്കുകയാണ് കൊച്ചിയിലേക്ക്. കൊച്ചി നഗരസഭയിലേക്ക് മേയർ സ്ഥാനത്തെ ചൊല്ലി, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി UDF-നുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. അവിടെ ലത്തീൻ സഭാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മേയർ സ്ഥാനം എന്ന് നൽകണം എന്ന് ലത്തീൻ സഭ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ആ പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് അവരുടെ മേയറെ പോലും തീരുമാനിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്നേരം വേറൊരു ചർച്ച ഉയർന്നു വരികയാണ്. മേയർ സ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കണമെന്ന് പറയുന്ന മറ്റൊരാവശ്യം കോൺഗ്രസിന്റെ മുൻപിലേക്ക് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായിരിക്കുകയും. എന്തൊക്കെയാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ അവസ്ഥ. കസേരയ്ക്ക് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അധികാരമോഹികളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ പാർട്ടിക്ക് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ ചേരുകയാണ്. തിയോഫിൻ, ലത്തീൻ സമുദായത്തിൽപ്പെട്ടവർക്ക് മേയർ സ്ഥാനം നൽകണമെന്ന് ലത്തീൻ സഭ UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകണമെന്ന് ലീഗ് നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നു. കലങ്ങി മറിയുകയാണോ കൊച്ചിയിലെ UDF? മനു, കൊച്ചിയിൽ അപ്രതീക്ഷിതമായൊരു വിജയം ലഭിച്ച UDF ഒരു മേയർ, അതായത് ഒരു മേയറായിട്ട് ആരെ തീരുമാനിക്കണം എന്നത് അതിന് കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ആദ്യം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നത് ഒരു 3 പേരെയാണ് UDF സ്ഥാനാർത്ഥികളായി മുന്നിൽ കണ്ടുവർ മത്സരിപ്പിച്ചത്. അത് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസ് ഇവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്. ദീപ്തി മേരി വർഗീസിനെയാണ് പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് അവർ മുന്നിൽ കണ്ടിരുന്നത്. തന്നെയുമല്ല, KC വേണുഗോപാലിൻ്റെ നോമിനി കൂടിയാണ് ദീപ്തി മേരി വർഗീസ്. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് VK മിനിമോൾ, ഇതുകൂടാതെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഷൈനി മാത്യു. ഈ 3 പേരെയാണ് മേയർ സ്ഥാനത്തേക്ക് ഇവർ ഒരു കരുതി വെച്ചിരുന്ന സ്ഥാനാർത്ഥികൾ. പക്ഷേ വിജയം വന്നപ്പോൾ 3 പേരും വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിലാരെ മേയറാക്കണം എന്നതൊരു വലിയ പ്രതിസന്ധി തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കണം എന്ന ആവശ്യമായിരുന്നു. തന്നെയുമല്ല, ദീപ്തി മേരി വർഗീസ് നിലവിൽ പാർട്ടിയിലുള്ള സ്ഥാനങ്ങൾ പരിഗണിക്കുമ്പോൾ KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിന് കുറച്ചുകൂടി ഒരു പരിഗണന പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് ഒരു വിഭാഗം നേതാക്കൾക്ക് ദീപ്തി മേരി വർഗീസിനായിരുന്നു താല്പര്യം. പക്ഷേ അതിനിടെ മറ്റ് സാമുദായിക സമവാക്യങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ VK മിനിമോൾക്ക് മേയർ സ്ഥാനം വേണമെന്നൊരാവശ്യം, അല്ലെങ്കിൽ അത് അവരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ സാമുദായിക ചരടുവലികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണിപ്പോൾ ലത്തീൻ സഭ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ലത്തീൻ സഭ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം, ഈ രാഷ്ട്രീയമായി ദീപ്തി മേരി വർഗീസിന് വേണ്ടിയുള്ള ഇടപെടൽ ശക്തമായ സാഹചര്യത്തിലാണ് ലത്തീൻ സഭ ഇത്തരമൊരു ആവശ്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. UDF നേതൃത്വത്തെ ഇക്കാര്യം തങ്ങൾ അറിയിച്ചതായി കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഭാരവാഹിയായ ജോസഫ് ജൂഡ് ഇത് പറയുകയും ചെയ്തു. തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന്. ഈ ആവശ്യം, അതായത് തങ്ങളുടെ വിഭാഗത്തിൽ നിന്ന്, ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരു മേയർ വേണം എന്ന് അവർ ആവശ്യപ്പെടാനുള്ള ഒരു കാരണം, അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ 3 കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, ഈ കൊച്ചി കോർപ്പറേഷൻ എന്ന പരിധി അത് വിശാലമായൊരു മേഖലയാണ്. ആ വിശാലമായ ഭൂപ്രദേശം 3 ലത്തീൻ രൂപതകളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അതിലുണ്ട്. കൊച്ചി, വരാപ്പുഴ, അതോടൊപ്പം തന്നെ ആലപ്പുഴ രൂപത, ലത്തീൻ രൂപതയുടെ ഒരു ഭാഗവും ഈ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് 3 രൂപതകളിലും ഉൾപ്പെടുന്ന സമുദായ അംഗങ്ങൾ അതിനകത്തുണ്ട്. തന്നെയുമല്ല, കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ 39% ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് വിജയിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു അവകാശവാദം ഇതാണ്: സാമുദായിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിജയിച്ച UDF സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ, വിവിധ സമുദായങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത് ലത്തീൻ സമുദായത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് ഈ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഇവരുടെ ആവശ്യം അനുസരിച്ചാണെങ്കിൽ VK മിനിമോളെയും ഷൈനി മാത്യു, ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാളെ മേയറാക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇതിനൊരു വലിയ പിടിവാശി അവർ പിടിച്ചിട്ടില്ല ഇതുവരെ. മേയർ സ്ഥാനം അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി ഇവിടെ ഉള്ളത്, ഈ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്ന 3 സ്ഥാനാർത്ഥികളും, UDFൻ്റെ 3 സ്ഥാനാർത്ഥികളും ക്രൈസ്തവ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്കൊരു ക്രൈസ്തവ വിശ്വാസി വരുമ്പോൾ അടുത്ത സ്ഥാനം ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ്. അവിടെ ഒരു ഹൈന്ദവ വിശ്വാസിയെ വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും തങ്ങൾക്ക് ആവശ്യമായ
ഒരു പ്രധാന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് കാരണം UDF-ലെ പ്രധാന ഘടകകക്ഷിയാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം. തന്നെയുമല്ല, അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന നേതാവായ TK അഷ്റഫ് ഉന്നയിച്ച ഒരു പ്രധാന കാര്യം, ഈ നേരത്തെ അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് വനിതാ സംവരണമായി മാറിയിരിക്കുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം ലീഗിനൊരു സ്ഥാനം ലഭിക്കുക പിന്നെ പ്രഥമ പരിഗണനകളില്ലാത്ത മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളായിരിക്കും. അപ്പോഴാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി ഈ TK അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ 3 പേരാണ് മുസ്ലിം ലീഗിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ 3 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 3 മെമ്പർമാർ മാത്രമേ ഉള്ളെങ്കിൽ കൂടി അവർ പറയുന്നത് തങ്ങൾക്ക് 6 സീറ്റ് നൽകി അവിടെ 3 സീറ്റ് വിജയിച്ചു, കൂടുതൽ സീറ്റ് കിട്ടിയാൽ തങ്ങൾ കൂടുതൽ സീറ്റിൽ വിജയിക്കുമായിരുന്നു എന്നൊരു അവകാശവാദം അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഒരു ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ഡെപ്യൂട്ടി മേയർ ആക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ KVP കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ഒരു 2-3 പേർ ആ ഒരു പരിഗണനയിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി വരുന്നുണ്ട്. ഈ ഹൈന്ദവ വിഭാഗം, ക്രൈസ്തവ വിഭാഗം, ഇങ്ങനെയൊക്കെ ഈ വടംവലികൾ വരുമ്പോൾ സത്യത്തിൽ ഞാൻ ഓർക്കുന്നത് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാലത്തെ അവസ്ഥയാണ്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ, ഈ ദൃശ്യങ്ങൾ കാണാത്ത വാർത്തകൾ മാത്രം കേട്ടാൽ ആളുകൾ വിചാരിക്കും ഏതോ അമ്പല കമ്മിറ്റിയിലേക്കോ പള്ളി കമ്മിറ്റിയിലേക്കോ തെരഞ്ഞെടുപ്പ് നടന്നു, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരണം അങ്ങനെയാണല്ലോ, ക്രൈസ്തവ വിഭാഗമായാൽ ഇപ്പറേ ഹിന്ദു വിഭാഗം വേണം, അപ്പറേ ഹിന്ദുക്കൾ വന്നാൽ ഇപ്പറേ ക്രൈസ്തവർ വേണം. എന്താണ് തിയോഫിൽ ഈ നടക്കുന്നത്? അതായത് ഈ പ്രധാനമായി സ്ഥാനം ഉറപ്പിക്കാൻ ഇതിൻ്റെ ഒരു തന്ത്രം ഇതിന് പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയമായിരുന്നു ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം. പക്ഷേ ഈ ഒരു സ്ഥാനത്തിന് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സാമുദായിക ഇടപെടൽ നടത്തിയിരിക്കുന്നു. സാമുദായിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഈ നേതൃത്വത്തോട് പറയിപ്പിക്കുന്ന ഇടപെടൽ, അല്ലെങ്കിൽ ചരടുവലികൾ നടത്തുന്ന ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഈ ഹൈന്ദവ വിഭാഗം എന്ന ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള പ്രധാന കാരണം, അതിനുള്ളൊരു സാധ്യത അവർ മുന്നിൽ കണ്ടത് ഈ നേരത്തെ തന്നെ UDF മുൻകൂട്ടി പറഞ്ഞിരുന്ന 3 സ്ഥാനാർത്ഥികൾ, ആ 3 സ്ഥാനാർത്ഥികളും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതിലാരെങ്കിലും ഒരാൾ എന്തായാലും മേയർ ആവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നിലവിൽ 2-3 തവണ കൗൺസിലറായവരുണ്ട്. അപ്പോൾ ഈ ശക്തരായ നേതാക്കൾ, UDF-ൻ്റെ ഒരു പ്രധാന സ്ഥാനമുള്ള ഒട്ടേറെ പേർ, 3-4 പേരുണ്ട്. അവർ ഈ ഒരു നല്ല സ്ഥാനം, ഒരു കീ പോസ്റ്റ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവർ കണ്ടൊരു സാധ്യത, അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ഈ 3 പേരെ കണക്കിലെടുത്തല്ലോ. അപ്പോൾ ആ 3 പേരിൽ ആരെങ്കിലും ഒരാൾ മേയറാവും. അപ്പോൾ ക്രൈസ്തവ വിശ്വാസി മേയറായി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്കൊരു അവകാശവാദം ഉന്നയിക്കാമെന്ന് അവർ കാത്തിരുന്ന് അതിനുള്ള ശ്രമങ്ങളും ചരടുവലികളും തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു രംഗപ്രവേശം. അവിടെയാണ് മുസ്ലിം ലീഗ് തങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചത്. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിന് ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കിട്ടാൻ വഴിയില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെയുള്ളത് ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ്. അതിന് അവകാശവാദം ഉന്നയിക്കാൻ അവർ കണ്ട വഴി എന്ന് പറയുന്നത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി എന്ന അവകാശവാദമാണ്. അത് ഉന്നയിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവർ ആവശ്യപ്പെടുന്നത്. അതേസമയം മറ്റുള്ളവർ, ആ 3 പേർക്ക്, ഈ KVP കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ, പ്രധാന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ് കൊച്ചിയിലെ തന്നെ, അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൻ്റെ ഏറെക്കാലമായി ആഗ്രഹം തുടങ്ങിയിട്ട്. പക്ഷേ ഇതിനൊരു വഴി കണ്ടത് ഇപ്പോൾ ഈ രീതിയിലാണ്. അങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസി മേയറാകുമ്പോൾ ഞങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിക്കാനും ആ നിലയിൽ ഒരു സ്ഥാനം കിട്ടുന്നതിനും വേണ്ടി സാമുദായിക നേതാക്കളെ കൂടി ഉപയോഗിച്ചുള്ള ചരടുവലി നടക്കുന്നത്. അതിനിടയിലാണ് ഈ ലീഗിൻ്റെ. അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഇനിയൊരു നേതൃത്വം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇതിൽ ഈ മുന്നോട്ട് വെച്ച 3 സ്ഥാനാർത്ഥികൾ, ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഒപ്പം ഷൈനി മാത്യു, ഇതിൽ ഒരാളെ മേയറാക്കി മറ്റൊരാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നേരത്തെ പറഞ്ഞ 2 വിഭാഗങ്ങൾ, ഹൈന്ദവ വിഭാഗവും ഒപ്പം മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലത്തീൻ സഭ പറഞ്ഞിരിക്കുന്നത് മേയർ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനമായാലും മതി എന്ന ഒരു ഓപ്ഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി മേയർ നൽകാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് തലവേദന എടുക്കുന്നത്, അവിടെ എന്തെങ്കിലും നടക്കട്ടെ, അല്ല ഏതായാലും ജയിപ്പിച്ചു വിട്ടവർ കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും തെരഞ്ഞെടുപ്പ് പോലെ തോന്നുന്നു. ഏതായാലും നടക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിപ്പിച്ചു വിട്ടവർ മനസ്സിലാക്കട്ടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് അധികാരം കിട്ടി, അതിനുശേഷം കൊച്ചി നഗരസഭയിൽ കാണുന്നതാണ്. മേയർ സ്ഥാനം ലത്തീൻ സഭയ്ക്ക് വേണമെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഹിന്ദുക്കൾക്ക് വേണമെന്ന് വേറൊരു വിഭാഗം പറയുന്നു. അതുപോലെ മുസ്ലിം ലീഗിന് വേണമെന്ന് അവർ പറയുന്നു. എന്താണ് നടക്കുന്നത് എന്തോ ഇനി നോക്കാം. തിയോഫിൻ, ഓക്കെ, താങ്ക് യു. തിയോഫിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൊച്ചി നഗരസഭയിലെ അധികാര വടംവലിയെക്കുറിച്ചാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.